ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ബി ടു ജീസസ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട കർമ്മൽ റൂഹ മിനിസ്ട്രി യൂട്യൂബ് ചാനലിലെ പരിശുദ്ധ കർമ്മല മാതാവും റൂഹായും ചേർന്ന് നയിക്കുന്ന ഈ ചാനലിനെ സ്നേഹിക്കുന്ന എല്ലാ മക്കളെയും യേശു നാമത്തിൽ, യേശുവിൻ്റെ മണവാട്ടി ദാസിയായ, യേശുവിനെ അടിമ വെച്ചായ മകള് പ്രത്യേകമായിട്ട് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഇനി നമ്മൾ വലിയൊരു ധ്യാന വിഷയമാണ് ധ്യാനിക്കാൻ പോകുന്നത്, പ്രിയപ്പെട്ടവരെ ശ്രവിക്കാൻ പോകുന്നത്. വെളിപാട് 1:3 പറയുകയാണ്, ദൈവവചനം കേൾക്കുകയും വായിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, അവർ അനുഗ്രഹിക്കപ്പെടും. പാത്മോസ് ദ്വീപിലെ അനുഭവം യോഹന്നാന് ലഭിച്ചതുപോലെ നമുക്കെല്ലാവർക്കും ആ അനുഭവം ലഭിക്കുന്നുണ്ട്. പാത്മോസ് ദ്വീപിൽ അകപ്പെട്ട, അതായത് തികഞ്ഞ ഏകാന്തതയിൽ ആരുമില്ലാത്ത ഒറ്റപ്പെടുന്ന ഒരവസ്ഥ. ഇപ്പോൾ ഇതെടുക്കുന്നത് പലപ്പോഴും ലക്ഷക്കണക്കിൻ്റെ ക്യാമറ ഉപയോഗിച്ച് അതിന് വീണ്ടും ടെക്നീഷ്യന്മാർ, അസിസ്റ്റൻറ്റുകൾ, അങ്ങനെയൊക്കെ നമ്മൾ ചാനലുകൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് ഈ മൊബൈൽ സ്റ്റാൻഡ് തന്നെ ഇത് ഓണാക്കുന്നു, ഇത് അതിലേക്ക് പബ്ലിഷ് ചെയ്യുന്നു, അല്ലാണ്ട് എഡിറ്റിങ്ങോ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടല്ല, ഇത് പറഞ്ഞ് അങ്ങനെ തന്നെ ഇടുകയാണ്. പാത്മോസ് അനുഭവം ഒറ്റപ്പെട്ട അനുഭവത്തിലാണ്. ഇതിപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിച്ചു തരികയാണ്, മനസ്സിലായ? അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലും പ്രതിസന്ധി ഘട്ടം. വിശുദ്ധ യോഹന്നാന് അന്ന് റോമൻ ഗവൺമെൻറ് ക്രിമിനൽസ് ആയിട്ടുള്ളവരെ, കുറ്റവാളികളെ നാട് കടത്തുന്ന ഒരു ദ്വീപാണ് പാത്മോസ് ദ്വീപ്. ഈ പാത്മോസ് ദ്വീപ് എത്ര ധ്യാനിച്ചാലും ഈ ദിവസങ്ങളിൽ മുഴുവനും സിസ്റ്റർ ഈ ദ്വീപിനെ കുറിച്ച് ധ്യാനിക്കായിരുന്നു. ദ്വീപ്, ഈ പാത്മോസ് ദ്വീപിൽ അകപ്പെട്ട യോഹന്നാൻ്റെ സ്ഥിതി, മനുഷ്യരോട് സംസാരിക്കാനില്ല, അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഭക്ഷണം, കുടിവെള്ളം ഒന്നുമില്ലാത്തൊരവസ്ഥ. ദ്വീപിൻ്റെ പ്രത്യേകതയോ, ഈ ദ്വീപ് എന്ന് പറയുമ്പോഴും അവിടെ മുഴുവനും ഈ വധിക്കാനായിട്ട് നാട് കടത്തപ്പെട്ടവരുടെ ദ്വീപായതുകൊണ്ട് ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ കാലത്താണ് ഈ റോമൻ ഗവൺമെൻറ് ഇത് ചെയ്തിരുന്നത്. അങ്ങനെ ആയതുകൊണ്ട് തന്നെ അവിടെ അവശിഷ്ടങ്ങൾ, തലയോടുകൾ, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ അവശിഷ്ടങ്ങളും ഇതൊക്കെ അവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ ദ്വീപിൻ്റെ മറ്റൊരു പ്രത്യേകത, 3 കടൽ ഒരുമിച്ച് വന്ന് ചേരുകയാണ്. നമ്മൾ നോക്കുമ്പോൾ കരിങ്കൽ കടൽ, ഈജിയൻ കടലും മെഡിറ്ററേനിയൻ കടൽ മൂന്നും വന്ന് ഒരുമിച്ച് ചേരുന്നവരാവും. അപ്പോൾ ഈ തിരമാലകളുടെ ഗർജനങ്ങൾ, അതിലുള്ള ജീവികൾ ഒക്കെ വിഷാംശം കലർന്ന ഉപദ്രവകാരികളായ, അതായത് കടലിൻ്റെ ആഴത്തിലുള്ളവർ, ഈ ദ്വീപിലുള്ളവർ കരയിലുള്ള ജീവികളെ പിടിക്കാൻ നോക്കുന്നു, കരയിലുള്ളവർ കടലിലുള്ളവരെ ഉപദ്രവിച്ച് അവർ ഭക്ഷിക്കുന്നു. അങ്ങനെ ഒരു ഭീകര അന്തരീക്ഷം. ഈ അന്തരീക്ഷത്തിലാണ് നമ്മുടെ യോഹന്നാൻ ഒന്നും ചെയ്യാനില്ലാതെ അവിടെ ഒറ്റയ്ക്കിരിക്കുകയാണ്, മനുഷ്യരോട് മിണ്ടാൻ പോലും ഇല്ലാതെ, ഭക്ഷണമില്ല, കുടിവെള്ളമില്ല. അപ്പോൾ നമ്മളാണെങ്കിൽ ഈ ഡൊമീഷ്യൻ ചക്രവർത്തി ഇത് ചെയ്തതുകൊണ്ട് അയാളെ പഴിക്കുകയും പരാതിപ്പെടുകയും ശപിക്കും, അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനെ ശപിച്ചു, ഭർത്താവ് ഭാര്യയെ ശപിച്ചു, മക്കളെ ശപിച്ചു, മാതാപിതാക്കൾ മക്കൾ മാതാപിതാക്കളെ, തുണ സഹോദരികളെ, കൂടെ പിറപ്പുകളെ, സൗഹൃദങ്ങളെ, അയൽപക്കത്തുള്ളവരെ, സഹോദരി ഒക്കെ നമുക്ക് ഒരു പ്രവണത വരികയാണ്. എന്നാൽ യോഹന്നാൻ ചെയ്തത്, കഴിഞ്ഞുപോയ ജീവിതത്തിലെ യേശു ക്രിസ്തുവിനോടൊത്തുള്ള ജീവിതം ആളങ്ങ് ധ്യാനിച്ചു. കർത്തൃസന്നിധിയിൽ ആത്മീയ നിർവൃതിയിൽ, ആത്മീയ അനുഭൂതിയിൽ ലയിച്ചിരിക്കെ അദ്ദേഹത്തിന് ദർശനം കിട്ടുകയാണ്. മറ്റൊന്നും ചിന്തിക്കാനില്ല, മറ്റാരോട് സംസാരിക്കാനുമില്ല. ഈ ഒരു അവസ്ഥയിലേക്ക്, ശബ്ദമുഖരിതമായ ഈ ലോകത്തിൻ്റെ ഈ അവസ്ഥയിൽ നമ്മൾ കർത്താവിൻ്റെ സ്വരം കേൾക്കാനും തേജോമയനായ കർത്താവിൻ്റെ ദർശനം കിട്ടാനും വളരെയധികം ദാഹിച്ച് പ്രാർത്ഥിക്കേണ്ട ഒരു കാലഘട്ടമാണ്. കാരണം സിസ്റ്റിയുടെ ടോക്ക് കൊടുക്കാൻ പോകുമ്പോൾ പള്ളിയിലൊക്കെ 3 പഠിക്കുന്ന 4 പഠിക്കുന്ന കുട്ടികളൊക്കെ ഇരിക്കണം കാണുമ്പോൾ നമുക്ക് ശരിക്കും സങ്കടം വരും. ഒരു സ്വസ്ഥമായിട്ട് അവർക്ക് ഒന്നിങ്ങനെ ഇരിക്കുക, അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞ് ബാക്കിലേക്ക് നോക്കി ഒന്ന് റൗണ്ട് അടിച്ചു, കാല് നീട്ടിയിരുന്നു, അവർക്കൊരു ഏകാഗ്രത അവരുടെ ജീവിതത്തിൽ ഇല്ല. ദൈവസന്നിധിയിൽ എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് അവർക്കൊരു വിശ്വാസ പഠന പരിശീലന കളരി കുടുംബത്തിൽ നിന്ന് കിട്ടുന്നില്ല. ഈ കാറ്റസിന് വരുമ്പോൾ എന്നല്ലാതെ കുടുംബത്തിലെ ഇങ്ങനൊരു ആത്മീയ വിദ്യാഭ്യാസം മക്കൾക്ക് ലഭിക്കുന്നില്ല. അത് വലിയൊരു കുറവാണ്. മാതാപിതാക്കൾ അതിനോട്ട് പരിശ്രമിക്കുന്നുമില്ല, പ്രിയപ്പെട്ടവർ. അപ്പോൾ ഇങ്ങനെ ഈ ദ്വീപിലായിരിക്കുന്ന അവസ്ഥയിൽ കർത്തൃസന്നിധിയിൽ കർത്താവിൻ്റെ ആ സ്നേഹം, ആ മാറിൽ ചാഞ്ഞു കിടന്നതും, 3 പേരെ, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, അനേക ശിഷ്യന്മാരിൽ 12 പേരിൽ 3 പേരെ പ്രത്യേകം സ്നേഹിച്ച്, ആ 3 പേരിൽ യോഹന്നാൻ ചാഞ്ഞു കിടന്ന്, പ്രത്യേകം യേശു സ്നേഹിച്ച ശിഷ്യൻ എന്ന് പറയുമ്പോൾ തന്നെ അങ്ങനെ സ്വയം പറയുന്ന ശിഷ്യൻ അത്രമാത്രം യേശുവിനെ സ്നേഹിച്ചിട്ടുണ്ടോ. അപ്പോൾ ധ്യാനിച്ചു, യേശു സ്നേഹത്തിൽ അങ്ങ് ലയിച്ചു പോയിട്ട് യേശുവിൻ്റെ തിരിയുമ്പോൾ യേശുവിൻ്റെ സ്വരവും, വലത് കരം, ആണിപ്പാടുള്ള വലത് കരം
ശിരസിൽ വയ്ക്കുന്ന അനുഭവം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് പറയുന്നൊരു സ്വരം നമ്മുടെ പ്രതിസന്ധിയിലും ജീവിതാനുഭവത്തിലും സിസ്റ്ററുടെയും നിങ്ങളുടെയും പാത്മോസ് ദ്വീപിലെ അനുഭവത്തിലെ ഓരോരുത്തർക്കും ലഭിക്കട്ടെ. ഭയപ്പെടേണ്ട, ദൈവം നിന്നോട് കൂടെയുണ്ടെന്നുള്ള അനുഭവത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഈ ഒരു വിഷയം നമ്മൾ യോഹന്നാനിൽ ലഭിച്ച വെളിപാട് 1-ാം അധ്യായം 9-ാം തിരുവചനം നമ്മളെല്ലാവരും ഒന്ന് ധ്യാനിക്കുന്നത് വളരെ നല്ലതാണ്. ആമേൻ.